ഗൈസ് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനായിട്ട് പോകണം. ഞാനും ഉമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ വ്ളോഗൊന്നും ചെയ്യുന്നില്ലല്ലോ, വ്ളോഗൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ ഒഴിവാക്കി പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പോയിട്ടൊന്നുമില്ല. സ്ഥലക്കാണ് ഗൈസ്, നല്ല വെയിലുണ്ട്, മഴക്കോളുണ്ട്. കുറുക്കൻ്റെ കല്യാണം തോന്നുന്നു ഗൈസ്. അത് കേട്ട് ഫുഡ് ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ. എന്തൊരു വെയിലാ, ഫാനടിച്ചിട്ട് കണ്ടാലോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ടോ, ആവശ്യമുള്ളത് എടുക്കും. എന്നെയും കൊണ്ട് ഷോപ്പിൽ പോയാലും മിക്കപ്പോഴും പറഞ്ഞൊരു ഡയലോഗാണ് ഒക്കെ ഇത്. ഞാനാണെങ്കിൽ ഇത് കേട്ടിട്ട് മടുക്കുകയും ചെയ്ത് എനിക്ക് ആദ്യമേ തന്നെ കുറേ പ്രോത്സാഹനമൊക്കെ തന്നിട്ടാണ് എന്നെ ഷോപ്പിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ തന്നെ ഇങ്ങനെ കുറേ ഉപദേശമൊക്കെ തരും. ഓക്കെ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല, മീൻസ് ഞാൻ അതിലും മികച്ചത് ചെയ്യുമെന്ന് എൻ്റെ ഉമ്മിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഉമ്മി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങി. എ സിക്കകത്ത് ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു അവസ്ഥ അറിയാലോ, അതേ അവസ്ഥയായിരുന്നു. എന്തോ ചൂടായിരുന്നു അറിയാം. പിന്നെ ഉമ്മയ്ക്ക് എന്തൊക്കെയോ സാധനം വാങ്ങാനുണ്ടായിരുന്നു, ഈ അരി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറിയ പേപ്പറൊന്നുമല്ല, വലിയ പേപ്പറിനകത്താണ് ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്. പിന്നെ ഞാൻ തന്നെ ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് തുടങ്ങി. പിന്നെ അവരുടെ പാടായി. ഞാൻ ഉപ്പ് നോക്കാൻ പറ്റുകയാണ്, പക്ഷേ ഇവിടെ ഉപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ ചുമ്മാ നിൽക്കുമ്പോൾ എന്നോട് ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പറയാം. ഷോപ്പിലെത്തിയപ്പോൾ പല പല മുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവള് ക്യാമറ കണ്ട പിന്നെ ഭയങ്കര ഡീസന്റ് ആണ്. അങ്ങനെയാണല്ലോ എല്ലാവരും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ സ്കൂളിൽ പുള്ളിക്കാരിയാണ്. ഏത് പുള്ളിക്കാരി? മനസ്സിലായില്ല, എന്തൊക്കെ എവിടേക്ക് ഒരു തകരാറുള്ള ഒരു കുട്ടിയാണ്. അവളോട്ട് പിന്നെ കുറച്ച് അവിടെയൊക്കെ സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അടുത്താളോ പരിചയമുള്ള മുകൾ കുറേ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് ഇവൾമാരൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല. ഓക്കെ അങ്ങനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഓക്കെ പയ്യൊക്കെ പറഞ്ഞു പോയിട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോണ്ടാണ്. അപ്പം അത്രയുള്ള കാര്യം.